നമ്മളെ അള്ളാഹു തആല കാത്തുകട്ടെ. ഒന്ന് തല പൊക്കി പിടിക്കി ഒന്നിങ്ങോട്ട് നോക്കി, നീ കേട്ടോളൂ ഒരു അത്ഭുതകരമായ കേൾക്കൾ. ആറാമത്തെ കാര്യം ഫിത്നയാണ്. ഇത് ഫിത്ന ഇങ്ങനെ നടക്കുമെങ്കിലും ആ ഫിത്ന ലാ തദഉ ബൈത മുസ്ലിമിൻ ഇല്ലാ ദഖലതുഹു, ഒരൊറ്റ മുസ്ലിം വീട്ടിലും ഈ ഫിത്ന കേറാതെ ഉണ്ടാവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ നാട്ടിലും വരും, എല്ലായിടത്തും വരും. അതായത് മുസ്ലിമീങ്ങൾ ഒന്നുമല്ലാതാവുക. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വൻശക്തിയാണല്ലോ അമേരിക്ക. അമേരിക്കയുടെ പ്രസിഡന്റ്ഷിപ്പിലേക്ക് മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് എന്നൊരാളുണ്ട്. അയാളാണ് 2017 തുടക്കത്തിൽ പ്രസിഡന്റ് ആവാൻ സാധ്യത. കാരണം അയാൾക്കാണ് ഇപ്പോൾ ഉള്ള കാര്യം, നടന്ന ഇലക്ഷനിൽ മുഴുവൻ അയാളുടെ പാർട്ടിയെ വിജയിച്ചത്. അപ്പോൾ 2017 വരുന്നതോടുകൂടെ പുതിയ അധികാര സ്ഥാനം വരും. ഇവിടെ അമേരിക്ക. അയാളുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം തന്നെ, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ മുസ്ലിമിനെ വെറുതെ വിടുകയേയില്ല, ഒരൊറ്റ മുസ്ലിമിനെയും അമേരിക്കയിൽ നിരക്ക് നിർത്താൻ സമ്മതിക്കൂല, ഒരു മുസ്ലിമെയും ഇങ്ങോട്ട് ഇവിടെ പ്രവേശിക്കുകയില്ല. ചിന്തിക്കും. അത് കാരണം ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ റഷ്യയോട് സഹകരണത്തിലാണ്. റഷ്യ ആകട്ടെ നേരത്തെ തന്നെ ചതിയന്മാരും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? റഷ്യയാണ് മഞ്ഞപ്പട. ഹബീബായ റസൂൽ പറഞ്ഞ മഞ്ഞപ്പട. كلهم مصريات أصحاب روسي كلهم قبطيات سندية مصرية دهرية. ദേശവാദികള്, പഠിച്ചോനും പേടില്ലാത്തവര്, പ്രമുഖര്, ഉള്ളിൽ മറ്റതും. ഇപ്പോൾ അമേരിക്കയുമായുള്ള ബന്ധം എല്ലാം അവസാനിപ്പിച്ച് റഷ്യൻ ബന്ധത്തിലേക്ക് നീങ്ങുകയാണ്. റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയെ റിയാദിലേക്ക് അയച്ചു ഈ വർഷം. മനസ്സിലായില്ല? റഷ്യൻ വിദേശകാര്യ മന്ത്രിയെ റിയാദിലേക്ക് പറഞ്ഞയച്ചു. മുസ്ലിം പ്രമുഖന്മാരെയും രാജാക്കളെയും രാജകുടുംബത്തെയും ഒരുമിച്ചുകൂടി വേണ്ടതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അവസാനവും അവർ നിങ്ങളെ ചതിക്കുമെന്ന് പുണ്യ റസൂൽ. അവസാനം ചതിക്കും. ആദ്യം നിങ്ങളും റഷ്യക്കാരും തമ്മിൽ ചെറിയ ഒരു സന്ധി നടക്കും. പിന്നെ അവർ നിങ്ങളെ ചതിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അമേരിക്ക നേരത്തെ തന്നെ കൈയൊഴിയും. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞല്ലോ, വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം തന്നെ അതാണ്. ഇപ്പോൾ കളിക്കളങ്ങളിലും മറ്റും നടന്ന ഈ അടുത്ത ദിവസം നടന്നിട്ടുള്ള ഒരു പ്രയാസകരമായ ഒരവസ്ഥ, ഒരു ബോംബിങ്ങും ആ ബോംബ് ബ്ലാസ്റ്റിംഗ് സംബന്ധമായുള്ള ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിന്റെ പിന്നിൽ മുസ്ലിങ്ങളാണെന്ന് ബോധ്യപ്പെട്ടു. അതോടുകൂടെ അയാൾ പറഞ്ഞ വാദത്തിന് ഒന്നുകൂടി ചാൻസ് ഒരുങ്ങി. ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്നാണ് ഇപ്പോൾ അയാൾ പറയുന്നത്. മുസ്ലിങ്ങളെ യുഎസിൽ പ്രവേശിപ്പിക്കരുതെന്ന് ഡൊണാൾഡ് ട്രംപ്. മുസ്ലിങ്ങളെ യുഎസിൽ പ്രവേശിപ്പിക്കരുതെന്ന് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ മുസ്ലിങ്ങളുടെ പ്രവേശം പൂർണ്ണമായും വിലക്കണമെന്ന് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. മുസ്ലിങ്ങൾ രാജ്യത്തെ പ്രവേശിക്കുന്നത് അമേരിക്കയുടെ നയങ്ങൾക്കും താല്പര്യങ്ങൾക്കും എതിരാണ്. സ്ഥിരമായി രാജ്യത്തേക്ക് വരുന്നവരെ മാത്രമല്ല, സന്ദർശനത്തിനെത്തുന്നവരെയും വിലക്കണം. രാജ്യത്ത് മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയ ഭീഷണിയും അപകടകരമാവുകയാണ്. മനുഷ്യരെ മനസ്സിലാക്കാനുള്ള വിവേകം നഷ്ടപ്പെട്ടവരാണിവർ. ജിഹാദിന്റെ പേരിൽ ഇത്തരക്കാർ നടത്തുന്ന ആക്രമണങ്ങൾ വലിയ ആഘാതമാണ് യുഎസ് പൗരന്മാർക്ക് ഏൽപ്പിക്കുന്നത്. കൂടുതൽ മുസ്ലിങ്ങളും അമേരിക്കയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്. ജനങ്ങൾ ജാഗരൂകരാകണം. ഇങ്ങനെ പോകുന്നു ട്രംപിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ. ദക്ഷിണ കാനഡയിലെ യോർക്ക് ടൗണിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തി ട്രംപിന്റെ വിവാദ പ്രസ്താവന. കാലിഫോർണിയയിലെ മുസ്ലിം ദമ്പതികൾ 14 പേരെ വെടിവെച്ചു വന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു. അഥവാ 1-2 മഹായുദ്ധങ്ങൾക്ക് ശേഷം, ഒന്നല്ല പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ ഏകദേശ മേൽക്കോയ്മയെല്ലാം ഉള്ളത് അമേരിക്കയിലാണ്. ആ അമേരിക്കൻ പ്രസിഡന്റ് എന്നാൽ ഭൂമിയിലെ ഏറ്റവും വലിയ അധികാരിയാണ് ഇന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി. അഥവാ 2017 അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ 99% സാധ്യതയുള്ള ആൾ പറയുന്നത് ഒരിക്കലും ഒരു മുസ്ലിമിനെ അമേരിക്കയിൽ പ്രവേശിപ്പിക്കരുത്. മുത്തുനബി പറഞ്ഞു. ഉറക്കം പറ.
മുത്തുനബി പറഞ്ഞു ലാ യൂജദു മുസ്ലിമുൻ റോമൻ ആധിപത്യമുള്ള രാജ്യങ്ങളിൽ ഒരു മുസ്ലിമിനെ കാണുകയില്ല ഇല്ല ഖതീലൻ ഔ അസീറാ, ഒന്നിക്കൽ കൊല്ലും അല്ലെങ്കിൽ ജയിലിലിടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ലോക ചരിത്രത്തിൽ കണ്ണു പൊട്ടിയ ഏറ്റവും വലിയ കിരാതവാഴ്ചയാണ് മുസ്ലിമുകൾക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യുന്നത്? ലോക ചരിത്രത്തിൽ ഒരാളെ ജയിലിൽ പിടിച്ച് യുദ്ധത്തടവുകാരനായി, രാഷ്ട്രീയ തടവുകാരനല്ലേ, അല്ലാതൊന്നല്ലല്ലോ, രാഷ്ട്രീയ തടവുകാരനോട് മാന്യമായി പെരുമാറുന്നല്ലേ കണക്ക്. ലോകത്തിന് എന്നോ ഏറ്റവും കൂടുതൽ തോന്നിവാസങ്ങൾ നടത്തുക, പെണ്ണുങ്ങളെ പിടിച്ചാൽ അവരെ ലൈംഗികമായി നശിപ്പിക്കാൻ വേണ്ടി ഏർപ്പെടുത്തുക, പ്രത്യേക നായ്ക്കളെ പരിശീലിപ്പിച്ചിരിക്കുക, പ്രത്യേകമായ ബോസ്നിയൻ യുദ്ധത്തിൽ ബോസ്നിയ ഹെർസഗോവിന യുദ്ധത്തിൽ മുസ്ലിമുകൾക്കെതിരെ, പിടിക്കപ്പെട്ട മുസ്ലിമുകൾക്കെതിരെ ചെയ്തിട്ടുള്ള തോന്നിയാസം വായു കൊണ്ട് പറയാൻ പറ്റില്ല. പ്രത്യേകമായ നായ്ക്കളെ അതിനുവേണ്ടി പരിശീലിപ്പിച്ചു. ആയിരക്കണക്കായ നായ്ക്കൾ പട്ടാള ക്യാമ്പുകളിൽ മുസ്ലിമുകളെ ലൈംഗിക ചേഷ്ട നടത്തി. എന്ത് കുറ്റം അവർ സമ്മതിക്കും? അങ്ങനത്തെ ഒരു കുറ്റത്തിനിരയായ ഒരു മുസ്ലിം എന്ത് കുറ്റം സംഭവിച്ചു? ഒന്ന്, നായയെ മുസ്ലിങ്ങൾക്ക് പേടിയാണ്. രണ്ട്, മുസ്ലിങ്ങളുടെ പിൻകാരത്തിലൂടെ ഈ നായയെ കൊണ്ട് തോന്നിയാസം ചെയ്യിപ്പിക്കുക. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ലോക മനസാക്ഷി ഞെട്ടിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങളില്ല. ഇത് വായിക്കാൻ പോലും കഴിയില്ല, അത് പറയാൻ കഴിയില്ല. അതെന്ത് വിചാരിച്ച്? അതിനുവേണ്ടി പ്രത്യേകം നായ്ക്കളെ പരിശീലിപ്പിക്കുക. എന്നിട്ട് ആ നായ്ക്കൾ ഇവരോട് ലൈംഗിക ചേഷ്ട നടത്തുക. ആണുങ്ങൾ, വലിയ വലിയ ആണുങ്ങളെ ലൈംഗിക ചേഷ്ട നടത്തുക. എന്ത് വലിയ വലിയ ആൾശേഷൻ നായകൾ. അതിനുവേണ്ടി നായകളെ, ആയിരക്കണക്കിന് നായകളെ പരിശീലിപ്പിച്ച് നിർത്തുക. ഇതൊക്കെയാണ് ഇന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന യുദ്ധത്തടവുകാരെ ചെയ്യുന്നത്. എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ഒരിക്കൽ പത്രക്കാർ ഇതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ജയിലധികാരിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരൊറ്റ തവണ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ വിധേയനായ ഒരാൾ പിന്നെ എന്ത് പറഞ്ഞാലും സമ്മതിക്കും. രണ്ടാമത്തെ കാലത്തും അത് അനുഭവിക്കാനായിട്ട് കഴിയില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.